നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലെ ISLൽ കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനോട് കൊൽക്കത്തയിൽ വെച്ച് 3-2 പരാജയപ്പെട്ടു. മികച്ച പോരാട്ട വീര്യമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങൾ പുറത്തെടുത്തത് എന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ പോലും സമ്മതിക്കും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവസാന ഘട്ടത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ സെൻറ്റർ ബാക്ക് ആൽബർട്ടോ അടിച്ച ഗോളിന് ബ്ലാസ്റ്റേഴ്സ് മത്സരം പരാജയപ്പെടുകയായിരുന്നു. കളി കഴിഞ്ഞിട്ട് ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച് വളരെ നിരാശയോടുകൂടി പറയുന്നുണ്ട്, ഞങ്ങൾ ഒരു പോയിൻ്റെങ്കിലും അർഹിച്ചിരുന്നു. എൻ്റെ കുട്ടികൾ മികച്ച പോരാട്ട വീര്യമാണ് പുറത്തെടുത്തത്. ശരിയാണ്, ഞങ്ങൾ കൂടുതൽ ഗോളുകൾ കൺസീഡ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോഴും ഈ ടീമിൻ്റെ ക്വാളിറ്റിയിൽ എനിക്ക് അഭിമാനമുണ്ട് എന്നുകൂടി സ്റ്റാറെ വളരെ ദുഃഖിതനായി പറയുന്നുണ്ട്. കളിക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രതികരണം എങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം. അദ്ദേഹം പറയുന്നു, മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഒരു ഗുഡ് ടീമാണ്. ഓഫ് കോഴ്സ് അവർക്ക് ക്വാളിറ്റി പ്ലെയേഴ്സ് ഉണ്ട്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കളിയുടെ ഓവർവ്യൂ നമ്മളെടുത്ത് നോക്കുമ്പോൾ മോശമല്ലാത്ത പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. ഞങ്ങൾ ഈ മത്സരം വിജയം അർഹിച്ചിരുന്നു. ബട്ട് ഒബ്വിയസ്ലി അവർക്ക് ക്വാളിറ്റി പ്ലെയേഴ്സ് ഉണ്ട്. അവരവരുടെ ഹോമിൽ കളിക്കുമ്പോൾ അവർക്ക് കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടാവും. പക്ഷേ എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ഞങ്ങൾ ഈ ഗെയിമിനെ അപ്രോച്ച് ചെയ്തത് എന്ന്, എങ്ങനെയാണ് ഞങ്ങൾ ഈ ഗെയിം സ്റ്റാർട്ട് ചെയ്തതെന്ന്. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ ഒരു ഗോളിന് തുടക്കത്തിൽ പുറകിൽ പോയി. ബട്ട് സെക്കൻഡ് ഹാഫ് ഞങ്ങൾ മികച്ച രൂപത്തിലാണ് തുടങ്ങി വെച്ചത്. ഞങ്ങൾ സ്കോർ 1-1 എന്ന രൂപത്തിലേക്ക് ആക്കി സെക്കൻഡ് ഹാഫിൽ. പിന്നെ 2-1 മുന്നിലേക്ക് പോയി. പക്ഷേ അവർക്ക് ക്വാളിറ്റി പ്ലെയേഴ്സ് ഉണ്ട്, അത് ഷുവറാണ്. എന്നാൽ ഞങ്ങൾ എങ്ങനെയാണ് ഗെയിമിനെ അപ്രോച്ച് ചെയ്തതെന്ന് നോക്കുമ്പോൾ, ഞങ്ങൾ എങ്ങനെയാണ് ബോൾ കീപ്പ് ചെയ്തതെന്ന് നോക്കുമ്പോൾ, എങ്ങനെയാണ് ഞങ്ങൾ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്തതെന്ന് നോക്കുമ്പോൾ, ഞങ്ങൾ എങ്ങനെയാണ് വർക്ക് ചെയ്തതെന്ന് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു അറ്റ്ലീസ്റ്റ് ഒരു പോയിൻ്റെങ്കിലും അല്ലെങ്കിൽ 3 പോയിൻറ്റും ഞങ്ങൾ അർഹിച്ചിരുന്നു എന്ന് ഞാൻ പറയും. പക്ഷേ ഞങ്ങളൊരു ടഫ് സിറ്റുവേഷനിലാണ് ഇപ്പോൾ, അങ്ങനെയാണുള്ളത്. കൂടുതൽ ഹാർഡായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടതുണ്ട് മത്സരങ്ങൾ വിജയിക്കാൻ. തീർച്ചയായിട്ടും മത്സരം പരാജയപ്പെട്ടു. അവർ പ്രഷർ ഇട്ടു അവസാനത്തെ ആ ഒരു ഡൈയിങ് മൊമെൻറ്റുകളിൽ. ഓഫ് കോഴ്സ് ആ ഒരു ഘട്ടത്തിൽ ബോൾ മുന്നോട്ടും പിന്നോട്ടുമായി പോയിക്കൊണ്ടിരുന്നു. ബട്ട് അവരുടെ ഭാഗ്യത്തിന് സെൻറ്റർ ബാക്ക് ആൽബർട്ടോ റോഡ്രിഗസ് പെർഫെക്റ്റായിട്ട് ഹിറ്റ് ചെയ്തു. ഞാൻ പറയുന്നത്, അത്തരം ഘട്ടങ്ങളിൽ നമ്മൾ ബോൾ ഹിറ്റ് ചെയ്യുമ്പോൾ ഒരു 10 തവണ ഹിറ്റ് ചെയ്യുമ്പോൾ 7 തവണയും പുറത്തേക്കാണ് പോവാറ്. അല്ലാത്ത സമയത്ത് ഗോൾ കീപ്പറുടെ നേരെ പോകും. ബട്ട് നൗ അൺലക്കിലി ഫോർ അസ് അത് ഒരു ഫാൻറ്റാസ്റ്റിക് ഗോളായിട്ട് മാറുകയായിരുന്നു. തീർച്ചയായിട്ടും എനിക്ക് എവിടെയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് പിഴക്കുന്നത് എന്നത് പറയാൻ പറ്റില്ല. സംടൈംസ് നമുക്ക് നിർഭാഗ്യം നമ്മളെ പിടികൂടും. അതാണ് ദാറ്റ് വാസ് ഇറ്റ്. ബട്ട് ഓഫ് കോഴ്സ് ഞങ്ങൾ ഒരുപാട് ഗോളുകൾ കൺസിഡർ ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോഴും ഈ മത്സരത്തിൽ ഞങ്ങൾ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. ഞാൻ ടീമിൻ്റെ ആ ഒരു ക്വാളിറ്റിയിൽ ആക്ച്വലി പ്രൗഡാണ് എന്നാണ് ഇപ്പോൾ കോച്ച് പറയുന്നത്. വീഡിയോ അവസാനിക്കുന്നത്. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.